അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മൊഡ്യൂൾ 1 ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മൊഡ്യൂൾ 2 നമുക്ക് പഠിക്കാനുള്ളത്, അതിൻ്റെ മൊഡ്യൂൾ 2ൻ്റെ പേരെന്ന് പറയുന്നത് സമ്മറൈസ് അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ഫോർ മെഷർമെൻറ്റ് ഓഫ് വേരിയസ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ്. ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ മെഷർമെൻറ്റ് മെത്തേഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ റെസിസ്റ്റൻസ് വരും, ഇൻഡക്റ്റൻസ് വരും, കപ്പാസിറ്റൻസ് വരും, പവർ, എനർജി, ഇതൊക്കെ അതിൽ വരുന്ന ക്വാണ്ടിറ്റീസ് ആണ്, ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് മെത്തേഡ്സ് ആണ്. എത്ര ടൈപ്സ് ഉണ്ട്, അത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ഏത് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. പിന്നെ ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും മെഷർമെൻറ്റ് പഠിക്കുമ്പോൾ അതിൽ നമുക്ക് AC ബ്രിഡ്ജസ് യൂസ് ചെയ്തിട്ടാണ് അത് മെഷർ ചെയ്യുന്നത്. ആ ബ്രിഡ്ജസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ എന്താണ് ഇതിൽ പഠിക്കാനുള്ളത്? രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ലൊക്കേറ്റിംഗ് കേബിൾ ഫോൾട്ട്സ്, അതായത് അണ്ടർഗ്രൗണ്ട് കേബിൾസിൻ്റെ ഫോൾട്ടുകളും അത് ലൊക്കേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളും ആണ് വേറൊരു ടോപ്പിക്കായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. ഇതിൽ റെസിസ്റ്റൻസസ് ഞാൻ പറഞ്ഞു എത്ര ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസസ് ഉണ്ട് എന്നുള്ളത് ആദ്യം നമുക്കറിയണം. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 3 ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസസ് ആണ് നമുക്കുള്ളത്. അതിൽ ഒന്നാമത്തേത് ലോ റെസിസ്റ്റൻസ് ആണ്. ലോ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിൽ ലെസ് ദാൻ 1 ohm ഉള്ള എല്ലാ റെസിസ്റ്റൻസസും ലോ റെസിസ്റ്റൻസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് രണ്ടാമത്തേത് മീഡിയം റെസിസ്റ്റൻസ് ആണ്. മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോ റെസിസ്റ്റൻസ് 1 ohm വരെ ആയിരുന്നു. അപ്പോൾ 1 ohm മുതൽ 100 kilo ohm വരെ, 1 ohm മുതൽ 100 kilo ohm വരെ, അതിൻ്റെ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആ വാല്യൂസിൽ വരുന്ന എല്ലാ റെസിസ്റ്റൻസും മീഡിയം റെസിസ്റ്റൻസ് വാല്യൂസിൽ വരും. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് ആണ്. ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മീഡിയം റെസിസ്റ്റൻസിനേക്കാളും ഹൈ ആയിട്ടുള്ള എല്ലാ വാല്യൂസും ഹൈ റെസിസ്റ്റൻസിൽ വരും. അതായത് 100 kilo ohmനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസാണ് ഹൈ റെസിസ്റ്റൻസ് വാല്യൂസിൽ വരുന്നത്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് റെസിസ്റ്റൻസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ടൈപ്സ് ആണ്. ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബോർഡ് എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യത കൂടിയ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന് ചോദിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്താണ്, നമുക്ക് മെത്തേഡ്സ് പഠിക്കാനുണ്ട്. റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സും, ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സും, കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സും ഇതിൽ പഠിക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റൻസ്, ഇതിൽ പെടുന്ന റെസിസ്റ്റൻസസ് ഏതൊക്കെയാണെന്നുള്ള എക്സാമ്പിൾസ് പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പ്രീവിയസ് സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ ലോ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ലോ റെസിസ്റ്റൻസിൽ വരുന്ന റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? ട്രാൻസ്ഫോമർ വൈൻഡിങ്സിൻ്റെ റെസിസ്റ്റൻസ് ലോ റെസിസ്റ്റൻസ് ആണ്. പിന്നെ എർത്ത് വയറിൻ്റെ റെസിസ്റ്റൻസ് ലോ റെസിസ്റ്റൻസ് ആണ്. ഇത് രണ്ടെണ്ണമാണ് ലോ റെസിസ്റ്റൻസിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. പിന്നെ മീഡിയം റെസിസ്റ്റൻസിൻ്റെ കേസ് പറയുമ്പോൾ അതിൽ വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ലോ ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ റെസിസ്റ്റൻസ് മീഡിയം റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഹൈ റെസിസ്റ്റൻസിൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾ ഏതാണ്? കേബിൾ ഇൻസുലേഷൻസിൻ്റെ റെസിസ്റ്റൻസ് ഹൈ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് മെത്തേഡ്സ് നോക്കാം. മെത്തേഡ്സ് ഫോർ മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. അതിൽ വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതിൽ നമ്മൾ വോൾട്ട് മീറ്ററും അമ്മീറ്ററും യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് സ്ലൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിലൊരു വോൾട്ട് മീറ്ററും അമ്മീറ്ററും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അമ്മീറ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VA ആണ്. റെസിസ്റ്റൻസിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്, വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്? VR ആണ്. അപ്പോൾ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് V ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാൻ പറ്റും? V is equal to VA plus VR. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ അമ്മീറ്റർ ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ അൺനോൺ റെസിസ്റ്റൻസ് R എന്ന് പറയുന്ന അൺനോൺ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മുടെ അമ്മീറ്റർ എന്താണ്? ഡയറക്ട്ലി കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ട്രൂ വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് അമ്മീറ്ററിന് മെഷർ ചെയ്യാൻ പറ്റും അല്ലേ? I എന്ന് പറയുന്ന കറണ്ടാണ് ട്രൂ വാല്യൂ ഓഫ് കറണ്ട്. ആ ട്രൂ വാല്യൂ ഓഫ് കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്മീറ്ററിന് പറ്റും. പക്ഷേ എന്തില്ല, വോൾട്ട് മീറ്ററിന് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ഉള്ള
വോൾട്ടേജിനെ മെഷർ ചെയ്യാൻ വേണ്ടി വോൾട്ട് മീറ്ററിന് പറ്റുമോ? പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് വോൾട്ടേജസ് അക്രോസ് റെസിസ്റ്റൻസ് ആൻഡ് അമ്മീറ്റർ. ഓക്കെ, അപ്പോൾ വി എന്ന് പറയുന്നത്, ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് വി എ പ്ലസ് വി ആർ ആയിരിക്കും. അമ്മീറ്ററിലുള്ള വോൾട്ടേജ് പ്ലസ് റെസിസ്റ്റൻസിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ ടോട്ടൽ വി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നമ്മുടെ ആർ എം എന്ന് പറയുന്നതാണ് നമ്മുടെ മെഷേർഡ് റെസിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ ആർ എം ഇസ് ഈക്വൽ ടു വോൾട്ട് മീറ്റർ റീഡിംഗ് ഡിവൈഡഡ് ബൈ അമ്മീറ്റർ റീഡിംഗ്, അതായത് ടോട്ടൽ വി ഡിവൈഡഡ് ബൈ ഐ. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് വോൾട്ട് മീറ്റർ റീഡ് ചെയ്യുന്നത് അൺനോൺ റെസിസ്റ്റൻസിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പും പിന്നെ നമ്മുടെ അമ്മീറ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പും കൂടെ സം ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമ്മുടെ വോൾട്ട് മീറ്റർ റീഡ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആർ എം എസ് ഈക്വൽ ടു വി ബൈ ഐ നമ്മൾ മേലെ പറഞ്ഞു. അത് തന്നെയാണ് ടോട്ടൽ വി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വി ആർ പ്ലസ് വി എ ആണ്. വി ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെ അക്രോസുള്ള വോൾട്ടേജും വി എ എന്ന് പറയുന്നത് അമ്മീറ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജും ആണ്. അത് രണ്ടും കൂടെ സം ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ടോട്ടൽ വി കിട്ടുക. ആ ടോട്ടൽ വി കിട്ടുന്നത് ഡിവൈഡഡ് ബൈ നമ്മുടെ അമ്മീറ്റർ റീഡ് ചെയ്യുന്ന ട്രൂ വാല്യൂ ഓഫ് കറണ്ട് ഐ. അതാണ് നമ്മുടെ മെഷേർഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആർ പ്ലസ് ആർ എ. ആർ എ എന്ന് പറയുന്നത് എന്താണ്? ആർ എ എന്ന് പറയുന്നത് നമുക്ക് പ്രീവിയസ് സ്ലൈഡിൽ കാണാൻ പറ്റും. ആർ എ എന്ന് പറയുന്നത് നമ്മുടെ അമ്മീറ്റർ ഇല്ലേ, വി എ എന്ന് പറയുന്നത് അമ്മീറ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പും ആർ എ എന്ന് പറയുന്നത് അമ്മീറ്ററിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസുമാണ്. അപ്പോൾ ആർ പ്ലസ് ആർ എ ആണ് ടോട്ടൽ ആർ എന്ന് പറയുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കിട്ടുന്ന മെഷേർഡ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആർ എം എന്ന് പറയുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അതായത് നമ്മുടെ റെസിസ്റ്റൻസ് പ്ലസ് അമ്മീറ്ററിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് കാണാം ആർ എ ഐഡിയൽ അമ്മീറ്റർ ഐഡിയൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 0 ആയിരിക്കും. അപ്പോൾ ആർ എ പ്ലസ് ആർ എന്ന് പറയുന്ന മെഷേർഡ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആർ എം ഇസ് ഈക്വൽ ടു ആർ ആയിരിക്കും, ആർ എ 0 ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കലി ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് അമ്മീറ്റർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആർ എം മെഷേർഡ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വാല്യൂ ട്രൂ വാല്യൂ ഓഫ് ആറിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അമ്മീറ്റർ വോൾട്ട് മീറ്റർ മെത്തേഡ് അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ അമ്മീറ്റർ മെത്തേഡിൽ നമുക്ക് 2 കേസസ് ആണുള്ളത്. അതിൽ കേസ് 1 ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അതിൻ്റെ സർക്യൂട്ടാണ് കേസ് 1ൻ്റെ സർക്യൂട്ടാണ് നമ്മൾ ആദ്യം കണ്ട ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് കേസ് 1ൻ്റെ സർക്യൂട്ടാണ്. ഇതിൽ നമ്മൾ പറഞ്ഞു അമ്മീറ്റർ ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൽ ഫിഗർ 1 ആണ്. ഫിഗർ 1 എന്ന് പറയുന്നത് കേസ് 1 ആണ്. ഇത് യൂസ് ചെയ്യുന്നത് മെഷറിങ് ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് കേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഈ സ്ലൈഡിൽ കാണുന്ന ഫിഗർ 2 എന്ന് പറയുന്ന ഫിഗറാണ്. ഇതിൽ അമ്മീറ്ററിൻ്റെ കണക്ഷൻ നോക്കൂ. അമ്മീറ്ററിൻ്റെ കണക്ഷൻ നേരത്തെ റെസിസ്റ്റൻസിന് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ അമ്മീറ്ററിൻ്റെ കണക്ഷൻ മാറിയിട്ട് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ ഡയറക്റ്റ്ലി ആയിട്ടുള്ള കണക്ഷൻ ഒഴിവാക്കിയിട്ട് അമ്മീറ്റർ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെ അമ്മീറ്റർ അല്ല, വോൾട്ട് മീറ്റർ ആണ് നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസ് ആർ ആയിട്ട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രൂ വാല്യൂ മെഷർ ചെയ്യുന്നത് എന്താണ്? ട്രൂ വാല്യൂ ഓഫ് വോൾട്ടേജിനെയാണ് നമ്മുടെ വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത് അല്ലേ. വോൾട്ടേജ് വി ഇസ് ഈക്വൽ ടു വോൾട്ട് മീറ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് തന്നെയാണ് അല്ലേ. അപ്പോൾ ട്രൂ വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ് നമ്മുടെ വോൾട്ട് മീറ്റർ ഇവിടെ മെഷർ ചെയ്യുന്നത്. ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞു ട്രൂ വാല്യൂ ഓഫ് കറണ്ട് ആണ് അമ്മീറ്റർ മെഷർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ അമ്മീറ്റർ മെഷർ ചെയ്യുന്നത് ട്രൂ വാല്യൂ ഓഫ് കറണ്ട് ആണോ? അല്ല, ഇവിടെ വോൾട്ട് മീറ്റർ ആണ് ട്രൂ വാല്യൂ ഓഫ് വോൾട്ടേജിനെ മെഷർ ചെയ്യുന്നത്. അമ്മീറ്റർ ട്രൂ വാല്യൂ ഓഫ് കറണ്ട് അല്ല മെഷർ ചെയ്യുന്നത്.
ഓക്കെ. ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് എന്താണ് വരിക? നമ്മുടെ IR എന്ന് ഇതിൽ കാണുന്നത്, ഫിഗറിൽ IR കാണുന്നത് നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് IR. നമ്മുടെ വോൾട്ട് മീറ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് IV എന്ന് പറയുന്നത്. നമ്മുടെ ടോട്ടൽ കറണ്ട് I എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് IR ആൻഡ് IV, അതായത് IR പ്ലസ് IV ആയിരിക്കും നമ്മുടെ ടോട്ടൽ I എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെഷർഡ് വാല്യൂ എന്താണ്? മെഷർഡ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഓംസ് ലോ പ്രകാരം V/I ആണ്. വോൾട്ട് മീറ്റർ റീഡിംഗ് ഡിവൈഡഡ് ബൈ അമ്മീറ്റർ റീഡിംഗ് ആണ്. ഓക്കെ, ഇവിടെ അമ്മീറ്റർ റീഡിംഗ് ആണ് എന്ത് വരുന്നത്? സമ്മ് വരുന്നത്. സം ഓഫ് കറൻസ് ഫ്ലോയിങ് ത്രൂ ദ വോൾട്ട് മീറ്റർ ആൻഡ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ അൺനോൺ റെസിസ്റ്റൻസ്, അതായത് IVE പ്ലസ് IR ആണ് I എന്ന് പറയുന്നത്. മെഷർഡ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് V/I, ഓംസ് ലോ പ്രകാരം V/I ആണ്. I എന്ന് പറയുന്നത് IV പ്ലസ് IR ആണ്. അപ്പോൾ V അങ്ങനെ തന്നെ എഴുതുക, ഡിവൈഡഡ് ബൈ Iന് പകരം നമ്മൾ എന്ത് എഴുതുക? IV പ്ലസ് IR സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ RM ഇൻറ്റു IV പ്ലസ് IR ഇസ് ഈക്വൽ ടു V എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? മെഷേർഡ് റെസിസ്റ്റൻസ് ഇൻറ്റു ടോട്ടൽ കറണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻസിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ V വെച്ചിട്ട് നമ്മുടെ രണ്ട് സൈഡിനെയും ഡിവൈഡ് ചെയ്യുക. ഈ RM2 ഇൻറ്റു IV പ്ലസ് IR എന്നുള്ളതിനെയും V വെച്ച് ഡിവൈഡ് ചെയ്യുക. ഈ ഈക്വൽ സിമ്പിളിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന Vനെയും നമ്മൾ V വെച്ച് ഡിവൈഡ് ചെയ്യുക. അതായത് LHSഉം RHSഉം V വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? RM ഇൻറ്റു IV ബൈ V പ്ലസ് IR ബൈ V ഇസ് ഈക്വൽ ടു V ബൈ V എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഇതിൽ നോക്കി നോക്കൂ. നമുക്ക് IV എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. V അല്ല, IV എന്ന് പറയുന്നത് V ബൈ RV ആണ്. IV എന്ന് പറയുന്നത് V ബൈ RV ആണ്. IR എന്ന് പറയുന്നത് VR ബൈ R ആണ്. VR ബൈ R, VR എന്ന് പറയുന്നത് എന്താണ്? VR എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ V തന്നെയാണ്, സപ്ലൈ വോൾട്ടേജ് V തന്നെയാണ് VR എന്ന് പറയുന്നത്. VR ബൈ R എന്ന് പറഞ്ഞാൽ V ബൈ R. V ബൈ R എന്ന് പറയുന്നത് നമ്മുടെ IR ആണ്, കറണ്ട് IR ആണ്. ഓക്കെ, ഇവിടെ V ബൈ RV ആണ് നമ്മുടെ IV എന്ന് പറയുന്ന കറണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് IV ബൈ V എന്നുള്ളത് IV ബൈ V എന്ന് പറയുന്നത് 1 ബൈ RV എന്ന് നമുക്കിവിടെ ഇങ്ങനെ എഴുതാൻ പറ്റും. അതേപോലെ തന്നെ IR ബൈ V എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ R എന്നുള്ളത് ഇതിന് IR ബൈ Vക്ക് പകരവും ഇവിടെ എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഈ സ്റ്റെപ്സ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇനി നമ്മൾ ഇത് നമുക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? നമുക്ക് ഇങ്ങനെ RM2 ബൈ R ഇസ് ഈക്വൽ ടു 1 മൈനസ് RM2 ബൈ RV ഇസ് ഈക്വൽ ടു RV മൈനസ് RM2 ഡിവൈഡഡ് ബൈ RV എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻസിൻ്റെ റെസിപ്രോക്കൽസ് എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് R ഇസ് ഈക്വൽ ടു RM RV ഡിവൈഡഡ് ബൈ RV മൈനസ് RM എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് അൺനോൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇതിൽ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ അൺനോൺ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്, ട്രൂ വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മെഷേർഡ് വാല്യൂവിൻ്റെ മോർ ദാൻ ആയിരിക്കും, ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് മെഷർ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് സ്മോളർ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ ഫസ്റ്റ് കേസ് നമ്മൾ ലാർജ് റെസിസ്റ്റൻസ് ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു കേസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സ്മോൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വീസ്റ്റൺ ബ്രിഡ്ജ് ആണ്. വീസ്റ്റൺ ബ്രിഡ്ജ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് മീഡിയം റെസിസ്റ്റൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വീസ്റ്റൺ ബ്രിഡ്ജ്. നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് വീസ്റ്റൺ ബ്രിഡ്ജിന് 4 ആംസാണുള്ളത്. AB എന്ന് പറയുന്ന ഒരു ആം, BC ഒരു ആം, നെക്സ്റ്റ് ആം വരുന്നത് CD ആണ്, അടുത്ത ആം വരുന്നത് DA ആണ്. അങ്ങനെ 4 ആംസിലും 4 റെസിസ്റ്റൻസസ് ആണ് വീസ്റ്റൺ ബ്രിഡ്ജിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ നമ്മൾ എന്താ കണക്ട് ചെയ്തിരിക്കുന്നത്? സെൻറ്ററിൽ
ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ബാലൻസ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് BDയിൽ. ഓക്കെ, ഇതിൽ P എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ് AB ആമിൽ വരുന്നത്, Q വരുന്നത് BC ആമിൽ, R വരുന്നത് AD ആമിലും, X വരുന്നത് CD ആമിലും. ഓക്കെ ആണോ? പിന്നെ എന്താ, DC വോൾട്ടേജ് ആണ്, DC സപ്ലൈ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. DC സപ്ലൈയിൽ നിന്ന് വരുന്ന കറണ്ടിന് നമ്മൾ I1 + I2 എന്ന് കൊടുത്തിരിക്കുന്നു. I1 + I2 ഇവിടെ എയിലെത്തുമ്പോൾ, A എന്ന നോഡിലെത്തുമ്പോൾ നമ്മുടെ കിർച്ചോഫ് കറണ്ട് ലോ പ്രകാരം ഇൻകമ്മിങ് കറണ്ട് ഇസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. അപ്പോൾ ഈ I1 + I2 ഇവിടെ എത്തുമ്പോൾ I1 Pയിലേക്കും പോകും, I2 Qയിലേക്കല്ല, I2 Rയിലേക്കും പോകും. അപ്പോൾ I1 എന്ന് പറയുന്ന കറണ്ട് Pയിലേക്കും I2 എന്ന് പറയുന്ന കറണ്ട് Rയിലേക്കും പോകും. പിന്നെ നമ്മുടെ ബാലൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് ഫ്ലോ 0 ആയിരിക്കും. അപ്പോൾ എന്താണ്, ഈ വരുന്ന I1 എന്ന് പറയുന്ന കറണ്ട് തന്നെയാണ് I3 ആയിട്ട് Qയിലൂടെ പാസ് ചെയ്യുന്നത്. ഈ പോകുന്ന Rൽ കൂടെ പോകുന്ന I2 എന്ന് പറയുന്ന കറണ്ട് തന്നെയാണ് I4 ആയിട്ട് Xലൂടെയും പാസ് ചെയ്യുന്നത്. ടോട്ടൽ I1 + I2 തന്നെ നമ്മൾ എങ്ങോട്ടേക്ക് പോകും, ഈ ഒരു സിയിൽ നിന്നും പുറത്തേക്ക് പോകും, സി എന്ന് പറയുന്ന നോഡിൽ നിന്നും പുറത്തേക്ക് പോകും. അങ്ങനെയാണ് ഇവിടെ ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഇത് തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആംസ് ഏതൊക്കെയാണ്, അതിൽ കൂടെ ഏതൊക്കെ കറൻസ് ആണ് പോകുന്നത്, ഏതൊക്കെയാണ് റെസിസ്റ്റൻസ് വരുന്നത്. ഇവിടെ അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് X ആണ് വരുന്നത്, ബാക്കിയെല്ലാം നോൺ റെസിസ്റ്റൻസസ് ആണ്. ഓക്കെ, ഇനി ഇതിൽ ബാലൻസ് കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഗാൽവനോമീറ്ററിൽ കൂടെ പോകുന്ന കറണ്ട് ഫ്ലോ 0 ആവുന്ന കണ്ടീഷനിലാണ് നമ്മൾക്ക് ബ്രിഡ്ജ് ബാലൻസ് ആയി എന്ന് പറയുന്നത്. ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ, അതായത് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന പോയിന്റിലാണ് നമ്മുടെ ബ്രിഡ്ജ് ബാലൻസ് ആവുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന, നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് P is equal to that across R. Rൻ്റെ അക്രോസും Pൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് R എന്ന് പറയുന്നത് ഇതാണ്, P എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പും ഇവിടെ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് Q is equal to that അക്രോസ് X. എക്സിലും Qയിലും ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇതിലുമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. തേർഡ് പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ദ കറണ്ട് ത്രൂ ആം AB ഈസ് ഈക്വൽ ടു ദാറ്റ് ത്രൂ ദ ആം BC. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഗാൽവനോമീറ്ററിൽ കൂടെ 0 കറണ്ട് ഫ്ലോ ആയതുകൊണ്ട് തന്നെ ABയിലും BCയിലും സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഫോർത്ത് പോയിന്റ് ആയിട്ട് സെയിം തന്നെ ആം ADയിൽ കൂടെ പോകുന്ന സെയിം കറണ്ടാണ് ആം BCയിൽ കൂടെയും പാസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് കാരണം ഗാൽവനോമീറ്ററിൽ കൂടെ 0 കറണ്ട് ഫ്ലോ ചെയ്യും ബാലൻസ് കണ്ടീഷനിൽ എന്ന് തന്നെയാണ്, അത് തന്നെയാണ് ഇവിടെയും കാരണമായിട്ട് വരുന്നത്. അപ്പോൾ I1 is equal to I3 ആണ്, I2 is equal to I4 ആണ് നമുക്ക് കിട്ടും. പിന്നെ ബ്രിഡ്ജ് ബാലൻസ് ആവുന്ന കണ്ടീഷനിൽ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് Pയും അക്രോസ് Rഉം ഈക്വലാണ്, അക്രോസ് Qയും അക്രോസ് Xഉം ഈക്വലാണ്. അപ്പോൾ Pയിലും Rലുമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് I1P, Pയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് I2R എന്ന് പറയുന്നത് Rലുള്ള വോൾട്ടേജ് ഡ്രോപ്പ്, അത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. I1Q ഈക്വൽ ടു I2X, അതായത് Qയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പും Xയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 I2 തന്നെയാണ് വരുന്നത്. കാരണം എന്താണ്, I1 is equal to I3 ആണ്, I2 is equal to I4 ആണ്. അത് ഈക്വലായിട്ട് എഴുതിയിട്ട് നമ്മൾ എന്ത് കൊടുത്തു, ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. ഇനി ഈ രണ്ട് ഇക്വേഷൻസിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, I1P ഡിവൈഡ് ബൈ I1Q is equal to I2R ഡിവൈഡ് ബൈ I2X എന്ന് കിട്ടും. I1 ക്യാൻസൽ ചെയ്ത് പോകും, അപ്പോൾ P/Q ലെഫ്റ്റ് സൈഡിൽ കിട്ടും. I2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് R/X എന്ന് പറയുന്നത് എവിടെ കിട്ടും, റൈറ്റ് സൈഡിലും കിട്ടും. അപ്പോൾ ഈ അൺനോൺ റെസിസ്റ്റൻസ് X എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, അൺനോൺ റെസിസ്റ്റൻസ് X എന്ന് പറയുന്നത് R × Q/P എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ എന്ത് വരുന്നത്, വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ അൺനോൺ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഇക്വേഷനായിട്ട് വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മെഗറാണ്. മെഗറിൻ്റെ ഫിഗറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഈ ഫിഗർ നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. ബോർഡ് എക്സാമിന് നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് മെഗർ എന്ന് പറയുന്നത്. മെഗറിനെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. വിത്ത് നീറ്റ് സ്കെച്ച് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്.
7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറ്. അപ്പോൾ മെഗറിൻ്റെ കൺസ്ട്രക്ഷനിൽ എന്താണ് വരുന്നത്? 2 കോയിൽസ് വരുന്നത്, എയും ബിയും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 2 കോയിൽസ് എ ആൻഡ് ബി. എയും ബിയും 2 കോയിൽസ് ആണ്. ഒരു പ്രത്യേക ആംഗിളിൽ അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദേ ആർ കെപ്റ്റ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ പെർമനൻറ്റ് മാഗ്നറ്റ്. ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് അതെന്ത് ചെയ്തിട്ടുള്ളത്? ഇതാണ് പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ, സൗത്ത് പോൾ. ഇതിൻ്റെ ഇടയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കോയിൽ എയും കോയിൽ ബിയും സെറ്റ് ചെയ്തിരിക്കുന്നത് പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ആംഗിളിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഹൈ റെസിസ്റ്റൻസ് R1 ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് കോയിൽ എ. കോയിൽ എ ആയിട്ട് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ഹൈ റെസിസ്റ്റൻസ് R1നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് R1 എന്ന് പറയുന്ന ഹൈ റെസിസ്റ്റൻസ്. നമ്മുടെ എയിൽ നിന്നും എങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്? എക്സിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് R is connected in series with coil B. Both coils are given DC supply from a hand driven DC generator. അതായത് കോയിൽ ബിയിൽ എന്താണുള്ളത്? ഒരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് ഉണ്ട്. കോയിൽ ബിയിൽ ഇതാ ഒരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് രണ്ട് കോയിൽസും കൂടെ എങ്ങോട്ടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? DC സപ്ലൈയിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ DC സപ്ലൈ ഏതിൽ നിന്നാണ് വരുന്നത്? ഒരു ഹാൻഡ് ഡ്രിവൺ DC ജനറേറ്ററിൽ നിന്നും വരുന്ന DC സപ്ലൈയിലേക്കാണ് രണ്ട് കോയിൽസും കണക്ട് ചെയ്തിരിക്കുന്നത്. കോയിൽ എയിന് പറയുന്ന പേര് വോൾട്ടേജ് കോയിൽ എന്നാണ്. കോയിൽ ബിനെ പറയുന്ന പേര് കറണ്ട് കോയിൽ എന്നാണ്. ഇവിടെ അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ടു ബി മെഷേർഡ് അൺനോൺ റെസിസ്റ്റൻസ് ആണെന്ന് നമുക്കറിയാം. അതെന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ടെർമിനൽസ് എക്സിനും വൈയിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. such that it is in series with current coil B. current coil Bന് സീരീസ് ആയിട്ട് എക്സിലും വൈയിലുമാണ് അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കേസ് 1 വരുന്നത് ടെർമിനൽസ് എക്സ് ആൻഡ് വൈ ആർ ഓപ്പൺ സർക്യൂട്ടഡ്. ടെർമിനൽസ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് എക്സും വൈയും ഓപ്പൺ സർക്യൂട്ടഡ് ആയി വരുന്ന കേസാണ് ഒരു കേസായിട്ട് പറഞ്ഞിരിക്കുന്നത്. കേസ് 2 എന്ന് പറയുന്നത് when the terminals X and Y are closed through a low resistance or are short circuited ആയിരിക്കുന്നതാണ് കേസ് 2 ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കേസ് 1 നമുക്ക് നോക്കുമ്പോൾ എക്സും വൈയും ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ എന്താണ് വരിക? In this case, when the generator is operated, current flows only through voltage coil A. voltage coil Aയിലൂടെ മാത്രമാണ് എന്താവുള്ളൂ? കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. This produces a deflecting torque on coil A. ആ വോൾട്ടേജ് കോയിൽ എയിലൂടെ മാത്രം കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിലൊരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വരും കോയിൽ എയിൽ, വിച്ച് വിൽ റൊട്ടേറ്റ് ദ മൂവിങ് എലമെൻറ്റ് ഓഫ് മെഗർ അണ്ടിൽ ദ സ്കെയിൽ പോയിൻറ്റ്സ് ടു ഇൻഫിനിറ്റി. സ്കെയിൽ എന്താവും? സ്കെയിൽ ഇൻഫിനിറ്റിയിലെത്തുന്ന വരെ എന്താവും? മെഗറിൻ്റെ മൂവിങ് എലമെൻറ്റിനെ അത് റൊട്ടേറ്റ് ചെയ്യും. ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അതാണ് എക്സും വൈയും ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുമ്പോഴുള്ള വർക്കിംഗ്. ഇനി എക്സും വൈയും ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇൻ ദിസ് കേസ് when the generator is operated, in addition to the current through coil A, a heavy current flows through coil B. കോയിൽ എയിലുള്ള കറണ്ടിന് പുറമെ എന്തുണ്ടാവും? കോയിൽ ബിയിൽ ഒരു ഹെവി കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ദിസ് ടോർക്ക് ആക്ടിങ് ഓൺ കോയിൽ ബി overcomes the small torque of coil A and rotates the moving element until the needle points to 0. അതായത് ഈ ബിയിൽ ഉണ്ടാവുന്ന ടോർക്ക് എന്ന് പറയുന്നത് കോയിൽ എയിൽ ഉണ്ടാവുന്ന ചെറിയ ടോർക്കിനെ ഓവർകം ചെയ്യുകയും അതെന്ത് ചെയ്യും? കോയിൽ ബിയിൽ ഉണ്ടാവുന്ന ടോർക്ക് മൂവിങ് എലമെൻറ്റിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നീഡിൽ 0 ആവുന്നത് വരെ അതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതാണ് ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ. ഓക്കെ, ഇവിടെ ഹാൻഡ് ഡ്രിവൺ ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹൈ വോൾട്ടേജ് ആണ് എങ്ങോട്ടേക്ക് കൊടുക്കുന്നത്? കോയിൽ എയിലും കോയിൽ ബിയിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹൈ വോൾട്ടേജ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലെറ്റ് ദ കറണ്ട്സ് ഫ്ലോയിങ് ത്രൂ ദ കോയിൽസ് എ ആൻഡ് ബി ബി I1 ആൻഡ് I2 റെസ്പെക്റ്റീവ്ലി. കോയിൽ എയിൽ I1 എന്നുള്ള കറണ്ടും കോയിൽ ബിയിൽ I2 എന്നുള്ള കറണ്ടുമാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ സിൻസ് ദ കോയിൽസ് ആർ ക്യാരിയിങ് കറണ്ട്സ് ആൻഡ് ആർ ഓൾസോ കെപ്റ്റ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റ്, ടോർക്സ് ആക്ട് ഓൺ ദം. കോയിൽസിൽ കറണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? അത് മാഗ്നറ്റിക് ഫീൽഡിൽ പെർമനൻറ്റ് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ മുകളിൽ എന്തുണ്ടാവും? ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ അറിയുന്നതാണ്. ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ കോയിൽസ് എ ആൻഡ് ബി ഓപ്പോസിറ്റ് കറണ്ട്. എയിലും ബിയിലും ഉണ്ടാകുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്കുകൾ എന്താണ്? രണ്ടും
പരസ്പരം ഒപ്പോസ് ചെയ്തിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. റിസൾട്ടൻറ്റ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആക്ട്സ് ഓൺ ദ മൂവിങ് എലമെൻറ്റ് ഓഫ് ദ മെഗർ. മെഗറിൻ്റെ മൂവിങ് എലമെൻറ്റിലേക്ക് ഇത് രണ്ടിൻ്റെയും ഇഫക്റ്റീവായിട്ടുള്ള റിസൾട്ടൻറ്റ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആക്ട് ചെയ്യും. ദ ഷേപ്പ് ഓഫ് ഫോൾ ഫേസസ് ഓഫ് permanent magnet and the angle between the two coils are designed in such a way that theta proportional to I1 by I2 proportional to R divided by R1. ഇതാണ് ഈ ഒരു വേയിലാണ് നമ്മുടെ പോൾ ഫേസസിനെയും കോയിൽസിൻ്റെ ഇടയിലുള്ള ആംഗിളിനെയും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി യൂസ് ചെയ്തിട്ട്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഓഫ് ദ പോയിൻ്ററാണ്. പോയിൻ്ററിൻ്റെ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷനാണ് തീറ്റ എന്ന് പറയുന്നത്. R1ഉം R' ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ദ സ്കെയിൽ ഓഫ് മെഗർ മേ ബി സ്യൂട്ടബ്ലി കാലിബ്രേറ്റഡ് ടു ഇൻഡിക്കേറ്റ് ദ വാല്യൂ ഓഫ് അൺനോൺ റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് കേബിൾ ഫോൾട്ട്സിനെ പറ്റി പഠിക്കാം. കേബിൾസ് എന്ന് പറയുന്നത് എന്താണ്? കേബിൾസ് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് കേബിൾസ് ആണ്, UG കേബിൾസ്. അതിൽ 3 ടൈപ്സ് ഓഫ് കേബിൾ ഫോൾട്ടുകളുണ്ട്. കേബിൾ ഫോൾട്ടുകൾ വരാൻ 3 ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് ഗ്രൗണ്ട് ഫോൾട്ടാണ്, ഒന്ന് ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ടാണ്, ഒന്ന് ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ടാണ്. ഗ്രൗണ്ട് ഫോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ കേബിൾസിൻ്റെ ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മുടെ ഫ്ലോ ഓഫ് കറണ്ട് എന്താവും? നമ്മുടെ എർത്താവപ്പെടും. അതാണ് ഇൻസുലേഷൻ ബ്രേക്ക് ആയിട്ട് കറണ്ട് എർത്തിലേക്ക് ഫ്ലോ അതിനെയാണ് ഗ്രൗണ്ട് ഫോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, അതിൽ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കേബിളിൻ്റെ ഇൻസുലേഷൻ പോവുക. പോയി കഴിയുമ്പോൾ നമ്മുടെ കറണ്ടിൻ്റെ ഫ്ലോ ഗ്രൗണ്ടിലേക്ക് പോകും. അതാണ് ഗ്രൗണ്ട് ഫോൾട്ട്. ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് എന്ന് പറയുന്നത് 2 കണ്ടക്ടേഴ്സ് ഉള്ള ഒരു കേബിളാണെന്നുണ്ടെങ്കിൽ ആ 2 കണ്ടക്ടേഴ്സിൻ്റെ ഇൻസുലേഷൻ ഫോൾട്ട് വന്നിട്ട് ആ കണ്ടക്ടേഴ്സ് തമ്മിൽ കോൺടാക്റ്റ് വരും. അപ്പോൾ ആ കോൺടാക്റ്റ് വന്നിട്ട് കറണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഫ്ലോ ചെയ്യും. അതാണ് ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് എന്ന് പറയുന്നത്. ഈ 2 കണ്ടക്ടേഴ്സും ഷോർട്ട് സർക്യൂട്ട് ആവും, അതിൻ്റെ രണ്ടിൻ്റെയും ഇൻസുലേഷൻ കംപ്ലൈൻ്റ് ആയിട്ട്. അതാണ് ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട്. ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ ബ്രേക്കായി എന്ന് വെച്ചോ, ഒരു കണ്ടക്ടർ പൊട്ടിപ്പോയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നു, അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആയല്ലോ. അങ്ങനെ വരുന്ന ഒരു ഫോൾട്ടിനെയാണ് നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോയിൻ ചെയ്ത ഒരു കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ജോയിനിങ് വിട്ടുപോരുക, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാത്ത ഒരൊറ്റ കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും. അതാണ് ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട്. ഇനി നമുക്ക് മൂറേ ലൂപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോൾട്ടി കേബിളിൽ എവിടെയാണ് ഫോൾട്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് മൂറേ ലൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു സൗണ്ട് കേബിൾ ഉണ്ടാവും, ഒരു ഫോൾട്ടി കേബിളും ഉണ്ടാവും. സൗണ്ട് കേബിൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല കേബിൾ, ഫോൾട്ടി കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൾട്ട് ആയിട്ടുള്ള കേബിൾ. ഇവിടെ നിങ്ങൾക്ക് കാണാം ഗാൽവനോമീറ്റർ ഉണ്ട്, ഒരു റെസിസ്റ്റൻസ് P ഉണ്ട്, ഒരു റെസിസ്റ്റൻസ് R ഉണ്ട്, DC സപ്ലൈ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇവിടെ ഈ റെസിസ്റ്റൻസ് R ആക്കി എടുക്കുകയാണെങ്കിൽ, ഈ റെസിസ്റ്റൻസ് X ആണെങ്കിൽ നമുക്ക് എന്തായി? നമ്മുടെ വീസ്റ്റൺ ബ്രിഡ്ജ് പോലെ ഇത് ആക്ട് ചെയ്യും. ഒരു ആം ഇത്, ഒരു ആം ഇതുവരെ, ഒരു ആം ഇത്, ഒരു ആം ഇത്, അങ്ങനെ 4 ആമിലും 4 റെസിസ്റ്റൻസ് വരും. P, Q, R, X എന്ന് പറയുന്ന റെസിസ്റ്റൻസസ് ആണ് വരിക. സെൻട്രൽ ഗാൽവനോമീറ്റർ ഉണ്ടാവും. നമ്മുടെ ബാലൻസിങ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് വീസ്റ്റൺ ബ്രിഡ്ജ് ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ഫിഗർ 1 എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫോൾട്ടാണ്. ഈ ഗ്രൗണ്ട് ഫോൾട്ടിൽ എന്താണ് ഉണ്ടാവുക? നമ്മുടെ കേബിളിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് കറണ്ട് ഫ്ലോ ഉണ്ടാവും. അടുത്ത ഫിഗർ 2 എന്ന് പറയുന്നത് എന്താണ്? ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ടാണ്. 2 കേബിൾസ് ഉണ്ട്, 2 കേബിൾസിൻ്റെ ഇടയിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും, ഇൻസുലേഷൻ കംപ്ലൈൻറ്റ് വന്നിട്ട്. അതാണ് ഇവിടെ 2 ഫിഗേഴ്സ് കാണിച്ചിരിക്കുന്നത്. രണ്ടും മൂറേ ലൂപ്പ് ടെസ്റ്റിൻ്റെ ഫിഗേഴ്സ് തന്നെയാണ്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ സർക്യൂട്ട്സ് ആർ എസെൻഷ്യലി വീസ്റ്റൺ ബ്രിഡ്ജ് സർക്യൂട്ടാണ്. Pയും Qയും റേഷ്യോ ആംസ് ഓഫ് ദ ബ്രിഡ്ജ് ആണ്. ഗാൽവനോമീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. X എന്താണെന്ന് പറഞ്ഞു. X എന്ന് പറയുന്നത് നമ്മുടെ ഫോൾട്ടി കേബിളിലെ, ഈ ഫോൾട്ടി കേബിളിൻ്റെ ഫോൾട്ട് വന്ന സ്ഥലം വരെയുള്ള റെസിസ്റ്റൻസ് ആണ് S എന്ന് പറയുന്നത്. R എന്ന് പറയുന്നത് നമ്മുടെ സൗണ്ട് കേബിളിൻ്റെ റെസിസ്റ്റൻസും ഈ ഫോൾട്ടി കേബിളിൻ്റെ ഫോൾട്ട് വന്നത് വരെയുള്ള ഈ റെസിസ്റ്റൻസും കൂടെ കൂടിയിട്ടുള്ളതാണ് R എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
X denotes the resistance of the faulty cable from the testant to the point of fault. Okay. R plus X denotes the total loop resistance formed by sound cable and faulty cable. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. P, Q, R and X form the four arms of the Wheatstone bridge. അപ്പോൾ Wheatstone bridge പ്രകാരം ബാലൻസ് ആകുമ്പോൾ നമുക്ക് എന്തറിയാം? Q by P is equal to X by R ആണെന്ന് അറിയാം. ഇത് ഇവിടെ P എന്ന് പറയുന്നത് എന്താണ്? P plus Q ആണ്. R എന്ന് പറയുന്നത് R plus X ആണ്. which implies X എന്ന് പറയുന്നത് എന്തായിരിക്കും? Q into R plus X, Q into R plus X. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. Q into R plus X divided by P plus Q. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു, if both the sound cable and faulty cable have same cross sectional area and resistivity, resistances X and R are proportional to their lengths. ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, സെയിം ഏരിയയും റെസിസ്റ്റിവിറ്റിയും ആണെങ്കിലും. അപ്പോൾ L1 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഫോൾട്ടും ടെസ്റ്റൻറ്റിൽ നിന്നുള്ള ലെങ്ത് ഓഫ് ഫോൾട്ടും പിന്നെ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് കേബിളും ആണെന്നുണ്ടെങ്കിൽ L1 എന്ന് പറയുന്നത് എന്തായിരിക്കും? Q ഇൻറ്റു R പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2L ആയിരിക്കും അല്ലേ? R പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2L ആയിരിക്കും ഡിവൈഡ് ബൈ P പ്ലസ് Q. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് മുറേ ലൂപ്പ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് AC ബ്രിഡ്ജസ് ആണ് പഠിക്കാനുള്ളത്. AC ബ്രിഡ്ജസിൽ പെടുന്നത് എന്തൊക്കെയാണ്? മെഷർമെൻറ്റ് ഓഫ് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ആണ് വരുന്നത്. ഇതിലും വീസ്റ്റൺ ബ്രിഡ്ജിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ 4 ആംസ് വരുന്നുണ്ട്, ഒരു സോഴ്സ് ഓഫ് എക്സൈറ്റേഷൻ വരുന്നുണ്ട്, ഒരു ബാലൻസ് ഡിറ്റക്ടർ വരുന്നുണ്ട്. ഇതിൽ AC ബ്രിഡ്ജസിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് മറ്റേതിൽ വീസ്റ്റൺ ബ്രിഡ്ജിൽ നമുക്ക് റെസിസ്റ്റൻസസ് ആയിരുന്നെങ്കിൽ ഇവിടെ 4 ആംസിലും ഇംപിഡൻസസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോഴ്സ് ഓഫ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത് പവർ ലൈൻ ആയിരിക്കും. എക്സാമ്പിൾ KCB സപ്ലൈ ഒക്കെ ആയിരിക്കാം നമ്മുടെ സോഴ്സ് ഓഫ് എക്സൈറ്റേഷൻ വരുന്നത്. ലോ ഫ്രീക്വൻസീസും ഇലക്ട്രോണിക് ഓക്സിലേറ്റേഴ്സും ഒക്കെ ആണ് മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ്സിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസീസിൽ 40 Hz to 125 kHz ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഡിറ്റക്ടേഴ്സ് കോമൺലി യൂസ്ഡ് ഫോർ AC ബ്രിഡ്ജസ് ഏതൊക്കെയാണ്? ഹെഡ്ഫോൺസ് ഉണ്ട്, വൈബ്രേഷൻ ഗാൽവനോമീറ്റേഴ്സ് ഉണ്ട്, ട്യൂണബിൾ ആംപ്ലിഫയർ ഡിറ്റക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഫിഗറിൽ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഒരു AC ബ്രിഡ്ജസിൻ്റെ നോർമൽ ഫിഗർ വരുന്നത്. AB എന്ന് പറയുന്ന ആമിൽ Z1 ഇംപിഡൻസ് വരും, ADയിൽ Z2 വരും, BCയിൽ ഇവിടെ C ഉണ്ട് കേട്ടോ, BCയിൽ Z3 ഇംപിഡൻസ് വരും, CD-യിൽ Z4 വരും. കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ AC സോഴ്സ് ആണ് വരുന്നത്. AC സോഴ്സിൽ നിന്ന് കറണ്ട് വന്നിട്ട് I1 + I2 എന്നുള്ള കറണ്ട് നേരത്തെ പോലെ വരും. I1 ഇങ്ങോട്ട് പോകും, I2 ഇങ്ങോട്ട് പോകും. ബാലൻസ് കണ്ടീഷനിൽ ഡിറ്റക്ടർ 0 കാണിക്കും. ഇവിടെ വരുന്ന കറണ്ട് സെയിം കറണ്ട് ഇങ്ങോട്ടേക്ക് പോകും. ഇവിടെയും ബാലൻസ് കണ്ടീഷനിൽ I2 ഇവിടെ വരുന്ന സെയിം കറണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ പോകും. ഓക്കെ ആണല്ലോ. ഇതാണ് ഒരു ടിപ്പിക്കൽ AC ബ്രിഡ്ജിൻ്റെ സർക്യൂട്ട് ഡയഗ്രം വരുന്നത്. ഇവിടെ നമുക്ക് ബാലൻസ് കണ്ടീഷനിൽ എന്താണ് ഇക്വേഷൻ വരിക? Z1/Z2 = Z3/Z4. അതായത് Z1/Z2 = Z3/Z4. ഓക്കെ, ഈ സെയിം ആസ് വീസ്റ്റൺ ബ്രിഡ്ജ് തന്നെയാണ് വരിക. നമുക്ക് റെസിസ്റ്റൻസിന് പകരം ഇംപിഡൻസ് ആണെന്ന് മാത്രം. നമ്മുടെ അൺനോൺ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അൺനോൺ ഇംപിഡൻസ് എന്ന് പറയുന്നത് Z1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ Z3 Z2 / Z4 ആണ് വരിക. അതായത് Z2 × Z3/Z4 ആണ് നമ്മുടെ അൺനോൺ ഇംപിഡൻസായ Z1 കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. AC ബ്രിഡ്ജസിൽ മെഷർമെൻറ്റ് ഓഫ് ഇൻഡക്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിഡ്ജാണ് മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെ ഇംപിഡൻസിൽ നമുക്ക് ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? AB എന്ന് പറയുന്ന ആമിൽ നമുക്ക് R1 L1 കൊടുത്തിട്ടുണ്ട്, റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്, ഇൻഡക്റ്റൻസും കൊടുത്തിട്ടുണ്ട്. Z2 എന്ന് പറയുന്ന ഇംപിഡൻസ് ആയിട്ട് നമുക്ക് R2 L2 കൊടുത്തിട്ടുണ്ട്. അതേപോലെ Z3-ൽ R3 മാത്രമേ വരുന്നുള്ളൂ, Z4-ലും R4 മാത്രമേ വരുന്നുള്ളൂ. AC സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ബോർഡ് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൽ ഞാൻ പറഞ്ഞു ഇതൊക്കെ എന്താണെന്നുള്ളത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. നമുക്കിവിടെ ഇൻഡക്റ്റൻസ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടൊക്കെ എടുത്തിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആമിൽ നമ്മൾ ബാലൻസ് കണ്ടീഷനിൽ Z1/Z2 = Z3/Z4 ആണെന്നുള്ളത് നമ്മൾ നേരത്തെ AC ബ്രിഡ്ജസിൻ്റെ
നോർമൽ കേസസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ Z1/Z2 Z3/Z4 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ Z1 എന്ന് പറയുന്നത് എന്താണ്? R1 പ്ലസ് L1ൻ്റെ എന്ത് വരും? jωL1 വരും. ഓക്കെ. Z2 എന്ന് പറയുന്നത് R2 പ്ലസ് jωL2 എന്നുള്ളത് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Z1ന് പകരം R1 പ്ലസ് jωL1, Z2ന് പകരം R2 പ്ലസ് jωL2 എന്ന് വരും. Z3ക്ക് പകരം R3, Z4ന് പകരം R4. ഓക്കെ. ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ R1 R4 പ്ലസ് jωL1 R4 ഇസ് ഈക്വൽ ടു R3 ഇൻറ്റു R2 പ്ലസ് R2 പ്ലസ് jωL2 R3 എന്ന് വരും. ഇവിടെ R2 പ്ലസ് R2 എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസിൻ്റെ ഉള്ളിലുള്ള റെസിസ്റ്റൻസ് ആണ് കേട്ടോ, സ്മോൾ R2 ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ. ഇവിടെ ഇതിൻ്റെ റിയൽ പാർട്സ് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ R1 R4 മാത്രമേ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ റിയൽ പാർട്ടായിട്ടുള്ളൂ. ഇതിൽ ജെ വരുന്നത് കൊണ്ട് തന്നെ ഇത് ഇമാജിനറി പാർട്ടാണ്. അപ്പോൾ R1 R4 ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് ഇമാജിനറി പാർട്ടാണ്, ജെ വരുന്നത് കൊണ്ട് ഇത് റിയൽ പാർട്ടായിട്ട് വരും. അപ്പോൾ R3 ഇൻറ്റു R2 പ്ലസ് R2 എന്ന് വരും. R1 R4 ഇസ് ഈക്വൽ ടു R3 ഇൻറ്റു R2 പ്ലസ് R2. അപ്പോൾ R1 എന്ന് പറയുന്നത് എന്താണ്? R3 ഇൻറ്റു R2 പ്ലസ് R2 ഡിവൈഡഡ് ബൈ R4. ഓക്കെ. ഇനി ഈ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്തതുപോലെ തന്നെ ഇമാജിനറി പാർട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ωL1 R4 എന്ന് പറയുന്നത് ωL2 R3 ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ L1 എന്ന് പറയുന്നത് എന്താണ്? R3 L2. ഇവിടെ ഒമേഗ ക്യാൻസൽ ചെയ്തു, ഒമേഗ വെട്ടിപ്പോയി കേട്ടോ, അതുകൊണ്ട് ഒമേഗ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ L2 R3 ഡിവൈഡഡ് ബൈ R4 ആണ് L1 വരിക. അത്രയേ ഉള്ളൂ. ഇനി ഷെറിങ്സ് ബ്രിഡ്ജാണ് നമ്മൾ മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റൻസിന് യൂസ് ചെയ്യുന്നത്. ഇവിടെയും Z1ന് പകരം എന്താണ് വരുന്നത്? കപ്പാസിറ്റർ C1ഉം R1, റെസിസ്റ്റർ R1 ആണ് വരുന്നത്. ഇംപിഡൻസ് Z1 ആയിട്ട്, Z2 ആയിട്ട് വരുന്നത് C2 മാത്രമാണ്, Z3 ആയിട്ട് R3 മാത്രമാണ്. Z4 ആയിട്ട് വരുമ്പോൾ എന്ത് വരുന്നുണ്ട്? ഇവിടെ Z1ൽ കപ്പാസിറ്ററും റെസിസ്റ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ Z4ൽ നമ്മൾ കപ്പാസിറ്ററും റെസിസ്റ്ററും C4ഉം R4ഉം പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും വേരിയബിളാണ് കൊടുത്തിരിക്കുന്നത്. AC സപ്ലൈ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഓക്കെ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് C1 എന്ന് പറയുന്നത് കപ്പാസിറ്ററാണ്. ഈ C1 എന്നുള്ള കപ്പാസിറ്ററാണ് നമുക്ക് വാല്യൂ ഡിറ്റർമിൻ ചെയ്യേണ്ട കപ്പാസിറ്റർ എന്ന് പറയുന്നത്. R1 എന്ന് പറയുന്നത് സീരീസ് റെസിസ്റ്റൻസ് റെപ്രസെൻറ്റിംഗ് ദ ലോസ് ഇൻ ദ കപ്പാസിറ്റർ C1. C1ലുള്ള ലോസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സീരീസ് റെസിസ്റ്റൻസ് ആണ്. C2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കപ്പാസിറ്ററാണ്. R3 എന്ന് പറയുന്നത് നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. C4 എന്ന് പറയുന്നത് വേരിയബിൾ കപ്പാസിറ്ററാണ്. R4 എന്ന് പറയുന്നത് വേരിയബിൾ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഇൻ പാരലൽ വിത്ത് വേരിയബിൾ കപ്പാസിറ്റർ C4. ബാലൻസ് കണ്ടീഷനിൽ നേരത്തെ പോലെ തന്നെ Z1/Z2 ഇസ് ഈക്വൽ ടു Z3/Z4 ആണ് വരുന്നത്. ഇതിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കിട്ടും. റിയൽ ടേംസിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് R4 R1 ഇസ് ഈക്വൽ ടു C4 R4 R3 ഡിവൈഡ് ബൈ C2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് R1 എന്ന് പറയുന്നത് C4 R3 ഡിവൈഡഡ് ബൈ C2 എന്ന് കിട്ടും. എന്തുകൊണ്ട്? ഈ R4ഉം ഈ R4ഉം ക്യാൻസൽ ചെയ്ത് പോകും. ഇമാജിനറി പാർട്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് R4 ഡിവൈഡ് ബൈ C1 ഇസ് ഈക്വൽ ടു R3 ഡിവൈഡ് ബൈ C2 എന്ന് കിട്ടും. അതിൽ C1 കാണാൻ വേണ്ടിയിട്ട് R4 ഇൻറ്റു C2 ഡിവൈഡ് ബൈ R3 എന്നും കിട്ടും. അതാണ് ഷെറിംഗ് ബ്രിഡ്ജ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററാണ്. ഓക്കെ. അതിൻ്റെ ഫിഗറാണ് ഫിഗർ 1ൽ തന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 മാർക്കിൻ്റെ ക്വസ്റ്റിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ. ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. ഓക്കെയാണ്. ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തുണ്ട്? ഒരു ഫിക്സഡ് കോയിലുണ്ട്, അതായത് ഒരു കറണ്ട് കോയിലുണ്ട്, ഒരു വോൾട്ടേജ് കോയിലുണ്ട്. ഓക്കെ. ഒരു കറണ്ട് കോയിലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സഡ് കോയിൽ എന്ന് പറയുന്നത്. ഫിക്സഡ് കോയിലിനെ നമ്മൾ 2 ഹാഫ്സ് ആക്കിയിട്ട് ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഫിക്സഡ് കോയിലാണ് മെയിൻ കറണ്ട് I1നെ ക്യാരി ചെയ്യുന്നത്. അതായത് ഇതാണ് ഫിക്സഡ് കോയിൽ. ഫിക്സഡ് കോയിൽസിനെ 2 ഹാഫ്സ് ആക്കിയിട്ട് F ഇവിടെ ഒരു F ഇവിടെയും ഒരു F ഇവിടെയും, ഇത് സെയിം ഒരു ഫിക്സഡ് കോയിൽ തന്നെയാണ്, 2 ഹാഫ് ആക്കിയതാണ്. ഈ ഫിക്സഡ് കോയിൽ കൂടെയാണ് നമ്മുടെ മെയിൻ കറണ്ട് I1 ഫ്ലോ ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ മൂവിങ് കോയിലാണ് കേട്ടോ. ഇത് നമ്മുടെ നീഡിനാണ്. സ്പീഡ് കൺട്രോൾ വരുന്നുണ്ട് ഇവിടെ. ഓക്കെ. ഇതിൽ നമുക്ക് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു മൂവിങ് കോയിലുണ്ട്, അതാണ് പറഞ്ഞത്. ഓൾസോ കോൾഡ് വോൾട്ടേജ് കോയിൽ ഓർ പ്രഷർ കോയിൽ. വോൾട്ടേജ് കോയിലെന്നോ പ്രഷർ കോയിലെന്നോ മൂവിങ് കോയിലെന്നോ ഒക്കെ പറഞ്ഞാൽ സെയിം തന്നെയാണ്. അതേപോലെ കറണ്ട് കോയിലെന്നോ ഫിക്സഡ് കോയിലെന്നോ പറഞ്ഞാൽ സെയിം ആണ്.
മൂവിങ് കോയിലിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് I2 ആണ് ക്യാരി ചെയ്യുന്നത്, വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു സപ്ലൈ വോൾട്ടേജ് V. അതായത് കറണ്ട് I2 ആണ് ഇതിൽ പോകുന്നത്, കണ്ടോ, കറണ്ട് I2 ആണ് പോകുന്നത്, പ്രൊപ്പോർഷണൽ ടു ദ സപ്ലൈ വോൾട്ടേജ് V ആണ് വരിക. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? വിക്ക് അക്രോസ് ആയിട്ട് തന്നെയാണ് നമുക്ക് മൂവിങ് കോയിൽ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് പറഞ്ഞിരിക്കുന്നു I2 അതിൽ കൂടെ പോകുന്നു പറഞ്ഞിട്ടുണ്ട്. കറണ്ട് I2 ഈസ് ലെഡ് ഇൻ ടു ദ മൂവിങ് കോയിൽ ബൈ 2 കൺട്രോൾ സ്പ്രിങ്സ്. ഞാൻ കാണിച്ചു തന്നു. വിച്ച് ഓൾസോ പ്രൊവൈഡ് ദ നെസസറി കൺട്രോളിങ് ടോർക്ക്. കൺട്രോളിങ് ടോർക്ക് കൊടുക്കുന്നത് സ്പ്രിങ്സ് വെച്ചിട്ടാണ്. ഡാമ്പിംഗ് ടോർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. ഈ ഡാമ്പിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോളിങ്ങിൻ്റെ കാര്യം, കൺട്രോളിങ് ടോർക്കും ഡാമ്പിങ്ങും ഒക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? മൊഡ്യൂൾ 1 പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന് റിവൈസ് ചെയ്യാൻ നിങ്ങൾ. ഓക്കെ, ഇവിടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു I1 I2 ആണ്. I2 പ്രൊപ്പോർഷണൽ ടു V ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മുടെ മൂവിങ് കോയിലിൽ കൂടെ പോകുന്ന കറണ്ടാണ് I2. അത് പ്രൊപ്പോർഷണൽ ടു സപ്ലൈ വോൾട്ടേജ് ആണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇവിടെ I2 പ്രൊപ്പോർഷണൽ ടു V ആയതുകൊണ്ട് തന്നെ നമ്മുടെ TD പ്രൊപ്പോർഷണൽ ടു I1 ഇൻറ്റു V എന്ന് കൊടുക്കാം നമുക്ക്. ഇൻസ്റ്റൻറ്റേനിയസ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു VI ആണ്. I എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് മെയിൻ സർക്യൂട്ട് കറണ്ടും V എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് അക്രോസ് ദ മൂവിങ് കോയിലുമാണ്. ഓക്കെ, ഈ മൂവിങ് സിസ്റ്റത്തിൻ്റെ ലാർജ് ഇനേഷ്യ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മീൻ ഓർ ആവറേജ് പവർ ആണ് ഇൻസ്ട്രുമെൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കിട്ടും. മീൻ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? T mean is proportional to average value of VI എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് എന്താണ്? വിയും ഐയും RMS values of supply voltage or main circuit current ആണ്. We find that difflection produced is directly proportional to the true power in the circuit. നമ്മൾ ചെയ്ത് വരുമ്പോൾ അങ്ങനെ കിട്ടും. ഓക്കെ, ഇനി കൺട്രോളിങ് ടോർക്ക് എന്ന് പറയുന്നത്, കൺട്രോളിങ് ടോർക്ക് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ മീൻസ് ഓഫ് കൺട്രോൾ സ്പ്രിങ്സ് ആണ്. പ്രൊപ്പോർഷണൽ ടു തീറ്റ, TC പ്രൊപ്പോർഷണൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. അപ്പോൾ തീറ്റ പ്രൊപ്പോർഷണൽ ടു TD ആണ്. which implies theta proportional to VI cos phi. VI cos phi ആണ് നമ്മുടെ എന്ത്? ട്രൂ പവർ എന്ന് പറയുന്നത് VI cos phi ആണ്. Hence scales of diameter dynamometer type wattmeters are more or less uniform ആയിരിക്കാം എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ഡാമ്പിംഗ് ടോർക്ക് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഫിഗറൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. റിവേഴ്സ് ചെയ്ത് നോക്കാം. ഇനി സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ ആണ്. എനർജി മീറ്ററിൻ്റെ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും, നമുക്കൊരു ടൈപ്പ് ഒരു മാഗ്നറ്റും കാണാം, അതിൽ U ടൈപ്പ് മാഗ്നറ്റ് കാണാം, ഇവിടെ ഒരു C ടൈപ്പ് മാഗ്നറ്റും കാണാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഷണ്ട് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇത് പറയാനുള്ള കാരണം ഇതിന് പാരലലായിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? സപ്ലൈ വോൾട്ടേജിന് പാരലലായിട്ടാണ് ഈ ഷണ്ട് മാഗ്നറ്റിൽ നമ്മുടെ കോയിൽസ് വൈൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സപ്ലൈ വോൾട്ടേജിന് സീരീസ് ആയിട്ടാണ് നമ്മുടെ കോയിൽസ് വൈൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു U ടൈപ്പ് മാഗ്നറ്റിനെ നമ്മൾ എന്ത് പറയും? സീരീസ് മാഗ്നറ്റ് എന്ന് പറയും. M ടൈപ്പിനെ നമുക്ക് എന്ത് പറയാം? ഷണ്ട് മാഗ്നറ്റ് എന്ന് പറയാം. ഈ C ടൈപ്പിനെ നമുക്ക് ബ്രേക്കിംഗ് മാഗ്നറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മുടെ ഈ ഒരു പോയിന്റ് പോയി നിൽക്കുന്നത് റെക്കോർഡിംഗ് മെക്കാനിസത്തിലേക്കാണ്, അതായത് റെക്കോർഡിംഗ് സിസ്റ്റത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഈ ഒരു ഷണ്ട് ചെയ്തിരിക്കുന്ന ഈ കോയിലിനെ നമ്മൾ പ്രഷർ കോയിൽ എന്ന് പറയും. സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കോയിലിനെ കറണ്ട് കോയിൽ എന്നും പറയും. ഈ പ്രഷർ കോയിൽ മോർ ടേൺസ് ആയിരിക്കും, കറണ്ട് കോയിൽ ലെസ് ടേൺസ് ആയിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ എനർജി മീറ്ററിൻ്റെ കാര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. മെയിൻ പാർട്സ് ഓഫ് എനർജി മീറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് എക്സാമിന് 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഡ്രൈവിംഗ് സിസ്റ്റം, മൂവിംഗ് സിസ്റ്റം, ബ്രേക്കിംഗ് സിസ്റ്റം, രജിസ്റ്ററിംഗ് സിസ്റ്റം, ഇങ്ങനെ 4 സിസ്റ്റംസ് ആണ് നമുക്ക് എനർജി മീറ്ററിലുള്ളത്. ഇതാണ് മെയിൻ പാർട്സ്. ഇനി ഓരോ പാർട്സിനെ പറ്റിയിട്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ഡ്രൈവിംഗ് സിസ്റ്റത്തിൽ 2 ഇലക്ട്രോ മാഗ്നറ്റ്സ് ഉണ്ട്, നേരത്തെ ഞാൻ കാണിച്ചു തന്നു. The cores of these electromagnets are made of laminated silicon steel. Laminated silicon steel കൊണ്ടാണ് ഇതിൻ്റെ ഈ ഇലക്ട്രോമാഗ്നറ്റ്സിൻ്റെ കോറുകൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലൊന്നേ പറയുന്നതിൽ ഷണ്ട് മാഗ്നറ്റ് എന്നും മറ്റേതിനെ പറയുന്നത് സീരീസ് മാഗ്നറ്റ് എന്നുമാണ്. അതായത് M ഷേപ്പിലുള്ളതിനെയാണ് നമ്മൾ ഷണ്ട് മാഗ്നറ്റ് എന്ന് പറയുക. U ഷേപ്പിലുള്ളതിന് സീരീസ് മാഗ്നറ്റ് എന്നാണ് പറയുന്നത്. The coil wound on shunt magnet called pressure coil പറഞ്ഞതാണ് ഞാൻ. is connected in parallel with the supply voltage. Parallel ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് സപ്ലൈ വോൾട്ടേജിന്. Current proportional to supply voltage flows through it.
സപ്ലൈ വോൾട്ടേജിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഒരു കറണ്ട് എന്തിൽ കൂടെ പോകുന്നുണ്ട്, പ്രഷർ കോയിൽ കൂടെ പോകുന്നുണ്ട്. ദ കോയിൽ wound on സീരീസ് മാഗ്നറ്റ് കോൾഡ് കറണ്ട് കോയിൽ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ലോഡ്. ഞാൻ പറഞ്ഞതാണ്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നതാണ് എന്ത്, കറണ്ട് കോയിൽ. എൻറ്റയർ ലോഡ് കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. ലോഡ് കറണ്ട് മുഴുവനായിട്ടും ഈ സീരീസ് മാഗ്നറ്റിൽ വൗണ്ട് ചെയ്തിരിക്കുന്ന കറണ്ട് കോയിൽ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. In addition, copper shading bands are provided on the central link of the shunt magnet to ensure that the flux produced by the shunt magnet is lagging the supply voltage by 90 degrees. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ. ഇത് വരയ്ക്കുമ്പോൾ, ഫിഗർ വരയ്ക്കുമ്പോൾ ഇവിടെ 3 ബാൻഡുകൾ കാണാം നമുക്ക്. അതിനെയാണ് നമ്മൾ കോപ്പർ ഷെയ്ഡിങ് ബാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോപ്പർ ഷെയ്ഡിങ് ബാൻഡ് എന്തിനാണെന്നാണ് നമുക്കിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് ഈ സപ്ലൈ വോൾട്ടേജിനെയും കറണ്ടിനെയും 90 ഡിഗ്രി ലാഗ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കോപ്പർ ഷെയ്ഡിങ് ബാൻഡ്സ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഷണ്ട് മാഗ്നറ്റിനെ സപ്ലൈ വോൾട്ടേജ് ആയിട്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോപ്പർ ഷെയ്ഡിങ് ബാൻഡ്സ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി മൂവിങ് സിസ്റ്റം, നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് മൂവിങ് സിസ്റ്റമാണ്. മൂവിങ് സിസ്റ്റത്തിൽ എന്താ ഉള്ളത്, ഒരു അലൂമിനിയം ഡിസ്ക് ഉണ്ട് വിച്ച് ഇസ് കെപ്റ്റ് ഇൻ ബിറ്റ്വീൻ ദ 2 മാഗ്നറ്റ്സ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും അലൂമിനിയം ഡിസ്ക്. ഇതാണ് അലൂമിനിയം ഡിസ്ക് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെയും ഈ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെയും ഇടയിലുള്ള ഈ ഒരു സ്പേസിലാണ് ഈ ഒരു അലൂമിനിയം ഡിസ്ക് വെച്ചിരിക്കുന്നത്. ഓക്കെ, the aluminum disc is mounted on a light alloy shaft. Okay, it is allowed to rotate with minimum friction. Minimum ഫ്രിക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പറ്റും. ഇനി നെക്സ്റ്റ് തേർഡ് പാർട്ടായിട്ട് നമുക്ക് ബ്രേക്കിംഗ് സിസ്റ്റം പറയാം. ബ്രേക്കിംഗ് സിസ്റ്റത്തിൽ ഒരു പെർമനൻറ്റ് മാഗ്നറ്റാണുള്ളത്. ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഈ ഒരു സി ടൈപ്പ് മാഗ്നറ്റാണ്. ഈ ഒരു സി ടൈപ്പ് മാഗ്നറ്റാണ് ബ്രേക്കിംഗ് സിസ്റ്റത്തിലുള്ള മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ബ്രേക്കിംഗ് സിസ്റ്റത്തിനുള്ള മെയിൻ പാർട്ട് എന്താണ്, ഒരു പെർമനൻറ്റ് മാഗ്നറ്റാണ്. സി ടൈപ്പിലുള്ള ഒരു പെർമനൻറ്റ് മാഗ്നറ്റാണ്. പൊസിഷൻ നിയർ ദ എഡ്ജ് ഓഫ് ദ അലൂമിനിയം ഡിസ്ക് ഫോംസ് ദ ബ്രേക്കിംഗ് സിസ്റ്റം. അതായത് അലൂമിനിയം ഡിസ്കിൻ്റെ എൻഡിൽ പൊസിഷൻ ചെയ്തിരിക്കുന്നതാണ് പെർമനൻറ്റ് മാഗ്നറ്റ്, സി ഷേപ്പ്. അതാണ് ബ്രേക്കിംഗ് സിസ്റ്റത്തിലുള്ള മെയിൻ പാർട്ട്. അലൂമിനിയം ഡിസ്ക് മൂവ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ദിസ് മാഗ്നറ്റ് ആൻഡ് ദിസ് ഈസ് ആക്റ്റഡ് അപ്പോൺ ദ ബ്രേക്കിംഗ് ടോർക്ക്. അതായത് ഈ മാഗ്നറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ്, ഇടയിൽ കൂടെയാണ് എന്ത് മൂവ് ചെയ്യുന്നത്, നമ്മുടെ അലൂമിനിയം ഡിസ്ക് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ബ്രേക്കിംഗ് ടോർക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് രജിസ്റ്ററിങ് മെക്കാനിസമാണ്, അല്ലെങ്കിൽ കൗണ്ടിങ് മെക്കാനിസം. അതെന്താ ചെയ്യുന്നത്, ഇറ്റ് റെക്കോർഡ്സ് കണ്ടിന്യൂസ്ലി എ നമ്പർ വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ റെവല്യൂഷൻസ് മെയ്ഡ് ബൈ ദ മൂവിങ് സിസ്റ്റം വിച്ച് ഇൻ ടേൺ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എനർജി കൺസ്യൂംഡ്. അതായത് എന്താണ്, നമ്മുടെ അലൂമിനിയം ഡിസ്ക് എത്ര വട്ടം മൂവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട്, അതിൻ്റെ റെവല്യൂഷൻ കൗണ്ട് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മുടെ രജിസ്റ്ററിങ് മെക്കാനിസം അല്ലെങ്കിൽ കൗണ്ടിങ് മെക്കാനിസം ചെയ്യുന്നത്. അതെന്ന് പറയുന്നത്, ആ കൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ടു ദ എനർജി കൺസ്യൂംഡ്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എനർജിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇവിടെ വർക്കിങ്ങിൽ പറയുമ്പോൾ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഷണ്ട് മാഗ്നറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലിങ്ക്സ് വിത്ത് ദ അലൂമിനിയം ഡിസ്ക്. അതെന്തായിരിക്കും, 5P എന്ന് കൊടുക്കുകയാണെങ്കിൽ എഡി കറണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഇറ്റിന് IEP എന്നും കൊടുക്കുക. നമ്മളങ്ങനെ അസ്യൂം ചെയ്യുക. അടുത്തത് എന്താണ്, സീരീസ് മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിനെ 5S എന്നും എഡി കറണ്ടിനെ IES എന്നും കൊടുക്കുക. ഷണ്ട് മാഗ്നറ്റിൻ്റെ 5P കൊടുക്കുക. അതായത് P എന്ന് പറയുന്നത് പാരലൽ ഉള്ളതാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ഷണ്ട് എന്ന് പറഞ്ഞാൽ പാരലലാണ്. അപ്പോൾ ഷണ്ട് മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന് 5P എന്നും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന് IEP എന്നും കൊടുക്കുക. സീരീസ് മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 5S എന്ന് കൊടുക്കുക, ഫ്ലക്സിന് കറണ്ടിന് IES എന്നും കൊടുക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക, 5P interacts with IES and 5S interacts with IEP and produces mutually opposing ടോർക്കുകൾ ഉണ്ടാക്കും ഇത് രണ്ടും കൂടെ. റിസൾട്ടിങ് ടോർക്ക് എന്ന് പറയുന്നത് TD is found to be proportional to VI cos phi ആയിരിക്കും. TD proportional to VI cos phi, that is proportional to നമ്മുടെ പവർ ആയിരിക്കും. where capital V is the RMS value of supply voltage, I is the RMS value of load current and cos phi is the power factor. TD എന്ന് പറയുന്നത് അലൂമിനിയം ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള ടോർക്കാണ്, ഡിഫ്ലക്ഷൻ ടോർക്കാണ്. അലൂമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബ്രേക്കിംഗ് ടോർക്ക് TB ആക്ട് ചെയ്യും. അപ്പോൾ TB എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു N ആയിരിക്കും. where N is the speed of rotation of aluminum disc in
റെവല്യൂഷൻസ് പെർ യൂണിറ്റ് ടൈം. സ്പീഡ് ഓഫ് റൊട്ടേഷൻ ആണ് n എന്ന് പറയുന്നത്. അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ബ്രേക്കിംഗ് ടോർക്ക്. ആൻഡ് പ്രൊപ്പോർഷണൽ ടു ഡിഫ്ലക്ഷൻ ടോർക്കാണ്. TB = TD ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ദിസ് അച്ചീവ്സ് സ്റ്റഡി സ്പീഡ്. ആൻഡ് പ്രൊപ്പോർഷണൽ ടു പവർ W അല്ലെങ്കിൽ വാട്ട്. ഓക്കെ. ഹെൻസ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ദ ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റഗ്രൽ NdT ആയിരിക്കും. is proportional to WdT, that is electrical energy consumed. ഇനി നമുക്ക് തേർഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. തേർഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? പേര് എന്ന് പറയുന്നത് സമ്മറൈസ് ദ വർക്കിംഗ് ഓഫ് ഡിജിറ്റൽ ആൻഡ് സ്പെഷ്യൽ പർപ്പസ് മീറ്റേഴ്സ് ഫോർ ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ്. മീറ്റേഴ്സിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്പെഷ്യൽ പർപ്പസ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒരു ടോപ്പിക്ക്. രണ്ടാമത്തത് മെത്തേഡ്സ് ഫോർ മെഷറിംഗ് എർത്ത് ആൻഡ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വർക്കിംഗ് ഓഫ് ഡിജിറ്റൽ മീറ്റേഴ്സ് ആൻഡ് ദെൻ വർക്കിംഗ് ഓഫ് CRO ആൻഡ് DSO.